എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സഹസ്രം 184 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിന്ന് 18 ദശകത്തിലെ 5 ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളിന്ന് ആധ്യാത്മികതയിൽ അക്കങ്ങൾക്കുള്ള പങ്ക് എന്താണ്, അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നുള്ള സംഖ്യകൾ, അതിനുള്ള പങ്ക് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സംഖ്യ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് പരമേശ്വരൻ. അതിന് മുകളിലുള്ള ഒരു ഈശ്വരനുമില്ല. അത് തന്നെ നമ്മൾ ദൈവമെന്നോ ഇല്ലെങ്കിൽ പരമാത്മാവെന്നോ പരബ്രഹ്മമെന്നോ അറിയപ്പെടുന്നു. പിന്നെ സത്യം എന്ന് പറയുന്നത് ഒന്ന്, അത് ബ്രഹ്മമാണ്. ബ്രഹ്മവും ഒന്നേ ഉള്ളൂ. എല്ലാത്തിനും സാക്ഷി, സർവസാക്ഷിയായിട്ട് ഒന്ന്, പരമാത്മാ. സൂര്യൻ ഒന്ന്, ചന്ദ്രൻ ഒന്ന്, അഗ്നി ഒന്ന്, ജലമൊന്ന്, ഭൂമി ഒന്ന്, വായു ഒന്ന്, ആകാശം ഒന്ന്. പരമവിദ്യയായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മജ്ഞാന വിദ്യ. അപ്പം 1 എന്നുള്ള സംഖ്യയ്ക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ സംഖ്യ 2. ബ്രഹ്മൻ 2ആയി. പുരുഷൻ പ്രകൃതി, അല്ലെങ്കിൽ ശക്തി സ്ത്രീ, അല്ലെങ്കിൽ ശിവൻ ശക്തി. 2 പ്രകൃതി, 2 പരപ്രകൃതി അപരപ്രകൃതി. ക്ഷേത്രജ്ഞൻ ക്ഷേത്രം, ദേഹി ദേഹം. വിദ്യ 2 ഉണ്ട്, പരവിദ്യ അപരവിദ്യ. ബ്രഹ്മജ്ഞാനവിദ്യ, ലൗകിക ജ്ഞാനവിദ്യ. ബ്രഹ്മജ്ഞാനവിദ്യ ഒഴിച്ചുള്ള എല്ലാ വിദ്യകളും അപരവിദ്യകളാണ്. ബ്രഹ്മം 2, ക്ഷരബ്രഹ്മം അക്ഷരബ്രഹ്മം. ക്ഷരബ്രഹ്മം എന്ന് പറയുന്നത് നശിക്കുന്നതാണ്, അത് അസത്താണ്. അക്ഷരബ്രഹ്മം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കുന്നില്ല, അത് സത്താണ്. ഉപാസന 2 വിധമുണ്ട്, സഗുണോപാസന നിർഗുണോപാസന, വിഗ്രഹാരാധന, നിരാകാര ബ്രഹ്മോപാസന. വസ്തുക്കൾ 2 ഉണ്ട്, ചരം അചരം. മുദ്ര 2 തരമുണ്ട്, അഭയമുദ്ര വരമുദ്ര. സമ്പത്ത് 2 വിധമുണ്ട്, ദൈവികം ആസുരം, ദൈവസമ്പത്ത് ആസുരീ സമ്പത്ത്, മോക്ഷകാരണം ബന്ധകാരണം. കർമ്മം 2 തരം, സൽക്കർമ്മം ദുഷ്കർമ്മം, പുണ്യകർമ്മം പാപകർമ്മം. ഈശ്വരകർമ്മം 2 ഉണ്ട്, ശിക്ഷ രക്ഷ. അതാണ് 2ൻ്റെ സംഖ്യ കൊണ്ടുള്ള പറയപ്പെടുന്ന കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ സംഖ്യ 3, ത്രിമൂർത്തികൾ. ബ്രഹ്മാവ് വിഷ്ണു മഹേശൻ. ത്രിഗുണം, സത്വഗുണം രജോ ഗുണം തമോ ഗുണം. 3 ലോകം, സ്വർഗം ഭൂമി പാതാളം. ത്രികാലം, ഭൂതം ഭാവി വർത്തമാനം. ത്രിവർഗം, ധർമ്മം അർത്ഥം കാമം. കർമ്മഫലം 3 ഉണ്ട്, ഇഷ്ടം അനിഷ്ടം മിശ്രം. ത്രിഗംഗ, 3 ഗംഗകളുണ്ട്, സരസ്വതി ഭാഗീരഥി മന്ദാകിനി. ബ്രഹ്മസൃഷ്ടിയിൽ 3 അഗ്നികളുണ്ട്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ദിവ്യം, ദിവ്യം എന്ന് പറഞ്ഞാൽ സൂര്യതാപം. പൗത്രികാഗ്നി എന്ന് പറയുന്നത് ജഠരാഗ്നി.
നിപാഗ്നി, പദാർത്ഥങ്ങളെ ദഹിപ്പിക്കുന്ന അഗ്നിക്കാണ് അങ്ങനെ പറയുന്നത്. താപത്രയങ്ങൾ 3 ഉണ്ട്. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. ജീവൻ്റെ 3 അവസ്ഥകൾ: സൃഷ്ടി, സ്ഥിതി, സംഹാരം. ത്രിദോഷങ്ങൾ: വാതം, പിത്തം, കഫം. ത്രിനാഡി: ഇട, പിംഗള, സുഷുമ്ന. പ്രണവം, ഓം എന്നുള്ളത് പ്രണവം. അതിന് 3 പിരിവുണ്ട്. ഉകാരം സൃഷ്ടി, ബ്രഹ്മാവ്. അകാരം സ്ഥിതി, വിഷ്ണു. മകാരം സംഹാരം, രുദ്രൻ. ജ്യോതി 3 ഉണ്ട്. സൂര്യൻ, ചന്ദ്രൻ, വഹ്നി. ജ്യോതി മണ്ഡലം 3 ഉണ്ട്. സൂര്യമണ്ഡലം, സോമമണ്ഡലം, വഹ്നിമണ്ഡലം. ഈശ്വരൻ്റെ മഹത്തായ 3 അനുഗ്രഹങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം. നരകത്തിലേക്കുള്ള 3 വഴിയുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാമം, ക്രോധം, മോഹം. ത്രിദണ്ഡങ്ങളുണ്ട്. അനീഹ എന്ന് പറഞ്ഞാൽ കാമമടക്കുക, മൗനം വാക്കടക്കുക, പ്രാണായാമം പ്രാണനെ അടക്കുക. പ്രാണായാമം 3 ഉണ്ട്. പൂരകം, രേചകം, കുംഭകം. ഏഷണത്രയങ്ങൾ 3 ഉണ്ട്. അത് പുത്രേഷണ, പുത്രരിൽ നിത്യചിത്തം, മക്കളുടെ ചിന്ത, എപ്പോഴും മക്കള് എന്നുള്ള ചിന്തയുള്ളവരാണ് പുത്രേഷണ. വിത്തേഷണ, വിത്തത്തിൽ നിത്യം ചിന്ത, അതായത് എപ്പോഴും കാശുണ്ടാക്കണം എന്നുള്ള ചിന്തയുള്ളവരാണ് വിത്തേഷണയിൽ പെടുന്നവർ. ധാരേക്ഷണ, ഭാര്യ എനിക്ക് ഭാര്യയെ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് ധാരേക്ഷണ. 3 ഗതികളുണ്ട്. പിതൃലോകം, സ്വർലോകം, ബ്രഹ്മലോകം. പിതൃതർപ്പണത്തിന് മുഖ്യമായ 3 സ്ഥലമുണ്ട്. ഇല്ലം, വല്ലം, നെല്ലി. വീട്, തിരുവല്ലം, തിരുനെല്ലി. അവസ്ഥാത്രയങ്ങൾ 3 ഉണ്ട്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ത്രിഫലകളുണ്ട്. ത്രിഫലങ്ങൾ അത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക. ഓക്കെ. ത്രികരണങ്ങൾ മനസ്സ്, വാക്ക്, ശരീരം. ത്രിസന്ധ്യകളുണ്ട്. പ്രഭാതം, മധ്യാഹ്നം, പ്രദോഷം. ത്രിനയനങ്ങളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. പ്രസ്ഥാനത്രയങ്ങൾ ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്ത്. ത്രിപുരന്മാർ വിദ്യാഭാഗി, താരകാക്ഷൻ, കമലാക്ഷൻ. താരകാസുരൻ്റെ മക്കളാണ് ഇവർ 2 പേര്. ത്രിപുരാന്തകൻ മഹാദേവൻ. ശരീരത്രയം സ്ഥൂലം, സൂക്ഷ്മം, കാരണം. നമുക്കിന്ന് 3ാമത്തെ സംഖ്യ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് 4ാമത്തെ സംഖ്യയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് പറയാം. ഈ പാരായണത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിതാ 5ാമത്തെ ശ്ലോകം 18ാമത്തെ ദശകത്തിൽ. ഇന്നലെ നമ്മൾ പൃഥു മഹാരാജാവിൻ്റെ അവതാരത്തെ വർണ്ണിച്ചു. ഇതാ നമ്മൾ 5ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക
വേദവേദ്യം പരം ബ്രഹ്മാഭാസതാം പുരതോ മമ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരുഭ്യോ നമഃ. ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. 18ാമത്തെ ദശകത്തിലെ 5ാമത്തെ ശ്ലോകം. നാരായണീയ സാഹസ്രം 184ാമത്തെ ദിവസം. വിഖ്യാത പൃഥുരിതി തപസോപദിഷ്ടൈ സൂതാദ്യേ പരിണൂത ഭാവി ഭൂരിവീര്യ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷഃ സമാമകാർഷീ. വിഖ്യാത പ്രധുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യേ പരിണൂത ഭാവി ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീ ആക്രാന്തം നിജധനുഷാ സമാമകാർഷീഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവരോടും ഒരഭ്യർത്ഥനയുള്ളത്, എല്ലാവരും ഈ ചാനലിലെ വീഡിയോസ് മുഴുവനായിട്ട് ഇരുന്ന് കാണണം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടിരുന്ന് കണ്ടാലേ, അല്ലാതെ 15 മിനിറ്റ് ഇല്ലെങ്കിൽ 20 മിനിറ്റ് കാണുക എന്നുള്ള ഒരു സമ്പ്രദായത്തിൽ നിന്ന് മുഴുവനായിട്ട് ഇരുന്ന് കാണുക. കണ്ട് ഈ വീഡിയോസിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ, അതായത് ഈ നാരായണീയത്തിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന ലൗകിക ജീവിതത്തിൽ മുഴുവനൊന്നും നമുക്ക് നടപ്പിലാക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ കുറച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അതിൻ്റെ അനുഗ്രഹം തീർച്ചയായും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അനുഭവമാണല്ലോ നമ്മുടെ ഗുരുക്കന്മാർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ചാനലിലെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ചാനലിലെ വീഡിയോസൊക്കെ വാട്സപ്പ് മുഖേനയോ ഫേസ്ബുക്ക് മുഖേനയൊക്കെ ഷെയർ ചെയ്യുക, സജ്ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നും പറയുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ, അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെ ഒക്കെ സകല ഈശ്വരന്മാരുടെ അനുഗ്രഹം എന്നും എന്നും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. പൃഥുവിൻ്റെ അവതാരം ഏകവചനമായിട്ടാണ് ഭട്ടതിരിപ്പാട് സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലക്ഷ്മി ഭഗവതി ഉണ്ടായിട്ടില്ല, ലക്ഷ്മി ഭഗവതി ആവിർഭവിച്ചിട്ടില്ല. ഇത്രയും പറയുന്നത് മിഥുനം സമപദ്യത എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മിഥുനത്തെ ലഭിച്ചു എപ്പോൾ? കൈകൾ തമ്മിൽ മഥനം ചെയ്തപ്പോൾ. ആ ഒരു ഭാഗമാണ് അവിടെ വർണ്ണിച്ചത്. പക്ഷെ ത്വം ആവിരാസീഹി എന്നേ പറഞ്ഞിട്ടുള്ളൂ ഭട്ടതിരിപ്പാട്. അങ്ങ് ആവിർഭവിച്ചു. ഭട്ടതിരിപ്പാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരില്ല. ഒരുപക്ഷെ സങ്കല്പം ലക്ഷ്മിയും വിഷ്ണുവും ഒന്നെന്ന സങ്കല്പം കൊണ്ടായിരിക്കാം അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രയോഗം നടത്തിയത്. ഈ പൃഥുവിൻ്റെ ചരിതം വിശ്വവിഖ്യാതമായിട്ടുള്ള ചരിതമാണ്. കാരണം ആധുനിക സിവിലൈസേഷൻ, എൻജിനീയറിങ്, അതുപോലെ തന്നെ
റൂളിംഗ് മെത്തഡോളജി എന്നൊക്കെ നമുക്ക് പറയാം, അഡ്മിനിസ്ട്രേഷൻ മെത്തഡോളജിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് പൃഥു മഹാരാജാവാണ്. നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഭട്ടതിരിപ്പാട് വിശദീകരിക്കും. അതിൽ മഹാരാജാക്കന്മാരെ എങ്ങനെ ഭരിക്കണം, ഏതു തരത്തിൽ ഭൂമിയെ സ്വന്തം മകളെ പോലെ കാണണം എന്നാണ്. സ്വന്തം മകളെ പോലെ സ്വന്തം ഭൂമിയെ കണ്ടാലേ രാജാവിന് ആ ഭൂമിയിലുള്ള ഭരണം വാത്സല്യപൂർവ്വം നടത്താൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ഈ കർഷകന്മാരായാലും മറ്റാരായാലും തൻ്റെ ആൾക്കാരാണ്, അവർ ഭൂമിയെ സ്നേഹിക്കുന്നവരാണെന്ന ബോധത്തോടെ അവരെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു രാജാവ് ഭരിക്കുമ്പോൾ കേവലം ഒരു വിഭാഗം മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗം ആൾക്കാരുണ്ട്. ഈ എല്ലാ വിഭാഗം ആളുകളും ആശ്രയിച്ചിരിക്കുന്നത് ഭൂമിയെയാണ്. ഇനി ഇപ്പോൾ രാജാവിൻ്റെ ചുമതല, ഭരണകർത്താവിൻ്റെ ചുമതല ഭൂമിയെ മകളെ പോലെ എന്നോ, മകളെ പോലെ വാത്സല്യത്തോടെ എന്നോ, അമ്മയെപ്പോലെ ആദരവോടെ എന്നോ ഭൂമിയെ കാണുക. അപ്പോൾ ഭൂമിയുടെ ആളുകളൊക്കെ, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ആളുകളൊക്കെ തൻ്റെ ആളുകളാണെന്ന ഭാവം സ്വാഭാവികമായി ഉണ്ടാവും. അതാണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്, പണ്ട് പൃഥ്വിൻ്റെ കാലത്ത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പൃഥ്വി എന്ന പര്യായം പോലും ഭൂമിക്ക് ഉണ്ടായത്. എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും ഭൂമിക്ക് നൽകിയയാൾ. പല പുരാണങ്ങളിലും പറയുന്നുണ്ട്, പർവ്വതങ്ങളെല്ലാം പറന്നു നടക്കുന്ന ചിറക് ഉള്ളവരായിരുന്നു. പർവ്വതങ്ങളുടെ എല്ലാം ചിറകരിഞ്ഞു വജ്രായുധം കൊണ്ട് ദേവേന്ദ്രൻ, അതുകൊണ്ട് പർവ്വതങ്ങളൊക്കെ അചലങ്ങളായി എന്നാണ് പല പുരാണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പർവ്വതങ്ങൾ സിന്ധവ പർവ്വത നദ്യോ രഥവീഥീർ മഹാത്മനഃ, സിന്ധുക്കൾ സമുദ്രങ്ങൾ, പർവ്വതാഹ പർവ്വതങ്ങൾ, നദികൾ നദികൾ, രഥവീഥീർ മഹാത്മനഃ ആ വഴിയിലൊക്കെ രഥം പോയി എന്നാണ്. എന്നുവെച്ചാലോ അതിലൊക്കെ വഴി ഉണ്ടാക്കി അദ്ദേഹം. നോക്കൂ, നമ്മളുടെ ഭരണത്തിലോ അല്ലെങ്കിൽ ലോകഭരണത്തിൽ ഇത്തരത്തിലല്ലേ സംവിധാനം. കടലിലൂടെയുള്ള സഞ്ചാരമാർഗം, കരയിലൂടെയുള്ള സഞ്ചാരമാർഗം, ആകാശമാർഗത്തിലൂടെ ഉള്ള സഞ്ചാരമാർഗം, ഇതൊക്കെ നമ്മളുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത്, ഈ ആശയം കൊണ്ടുവന്നത് പൃഥു മഹാരാജാവാണ് എന്ന് ചതുർത്ഥ സ്കന്ധത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇത് സൂതൻ്റെ സ്തുതിയായിട്ടാണ് പറയണത് മൈത്രേയൻ. ഇദ്ദേഹം ഇതെല്ലാം തൻ്റെ രഥത്തിന് വീഥിയാക്കി മാറ്റും, വഴിയാക്കി മാറ്റും എന്ന്. അത്ര പരാക്രമശാലിയായിട്ടുള്ള ആളായിട്ടാണ് പൃഥ്വിൻ്റെ. സാധാരണ ഭഗവാന്റെ അവതാരത്തിൽ ഒരു സരളത, ഒരു ലാസ്യഭാവം നമുക്ക് തോന്നുമെങ്കിൽ പൃഥു അവതാരം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗാംഭീര്യം നമുക്ക് ഊഹിക്കാം. അദ്ദേഹം ചിരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഫീച്ചർ നമുക്ക് തരുമ്പോൾ അദ്ദേഹം ചിരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ എന്നാണ് തോന്നുന്നത്. അത്ര ഗംഭീരനായിട്ടുള്ളൊരു രാജാവായിട്ട് തന്നെയാണ് ഭഗവാന്റെ നാട്യം ഈ അവതാരത്തിൽ. കാരണം വേനനാൽ നശിക്കപ്പെട്ട ഭൂമി, വേനൻ്റെ ഭരണം കൊണ്ട് വറ്റി വരണ്ട് ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാൻ നിവൃത്തിയില്ല. എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ആളുകൾ കൈകടത്തി പബ്ലിക്കായിട്ടുള്ള പൊതുജനത്തിന് ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. ആ സമയത്താണ് മഹർഷിമാർ ഹിതകഥനത്തിന് വന്നത്. ആ സമയത്ത് ഇയാൾ തോന്നിവാസം പറഞ്ഞ് അവരെ പരിഹസിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു. അപ്പോൾ ഭൂമിയിലെ ആവശ്യം ഇപ്പോൾ ഒരു റിനോവേഷൻ അല്ല, റീ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. റിനോവേഷൻ അല്ല, അത് പുനഃസ്ഥാപനം വേണ്ടി വന്നു ഭൂമിയിൽ. കാരണം സീറോയിലാണ് പൃഥു നോക്കുമ്പോൾ മനുഷ്യന്മാരെല്ലാവരും. സൂതമാഗധാന്തികളൊന്നും സ്തുതിക്കണത് അദ്ദേഹത്തിന് ലോകേധുന ആസ്പഷ്ട ഗുണസ്യ മേ സ്യാൽ കിം ആശ്രയോ മേ സ്തവ ഏഷ യോഗ്യതാം മാമയ്യഭൂവൻ വിതഥാ ഗിരോ വ എന്നാണ്. ഈ അലം കരിഷ്യഥ സ്തോത്രം അപീച്ചവാച എന്ന് സൂതനോട് പറയുന്നുണ്ട് പൃഥു. അസ്പഷ്ട ഗുണേ മേ
ഞാനിവിടെ അവതരിച്ചിട്ടേ ഉള്ളൂ, ഞാനിവിടെ രാജാവായിട്ട് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ അപ്പോഴേക്കും ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ മോശമാണത്. അത് വിതഥാ ഗിരോ വാ, വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകൾ എനിക്ക് എൻ്റെ പേരിൽ പറയരുത് എന്ന് മാത്രമല്ല, നിർത്തൂ നിങ്ങൾ. അലം കരിഷ്യഥ സ്തോത്രം അപീച്യ വാച, അസത്യമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് സ്തുതിക്കണത് നിർത്തൂ. കാരണം അസത്യമാണ് നിങ്ങൾ പറയണത്. ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ളത്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ സ്തുതിക്കണതെങ്കിൽ അതിൽ ജുഗുപ്സിതം നസ്തവയന്തി സഭ്യാഹ, ജുഗുപ്സിതമായ വസ്തുക്കളെ ഒരിക്കലും സഭ്യന്മാരായിട്ടുള്ള ആൾക്കാർ, സദസ്സിൽ ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ സ്തുതിക്കാറില്ല എന്നൊക്കെ അവിടെ ഗംഭീരമായിട്ട് പൃഥ്വിൻ്റെ വാക്കുണ്ട്. അപ്പോൾ അസ്പഷ്ട ഗുണം ഉള്ള ഇയാൾ ഏതാണ് വകുപ്പ്, ഏതാണ് ഇയാളുടെ സ്വഭാവം എന്ന് മനസ്സിലാവാതെ എന്നെ കയറി അങ്ങോട്ട് സ്തുതിക്കരുത്. ഞാനൊരു രാജാവാണെന്നുള്ള പേരിൽ എന്നെ കയറി അങ്ങോട്ട് സ്തുതിക്കരുത്. ആരെ ആയാലും വെറും വാക്കുകളെ കൊണ്ട് സ്തുതിച്ചാൽ അയാൾ ഏറ്റവും ഇനാക്റ്റീവാകാനുള്ള കാരണം ആയിട്ട് മാറും. അത് തരക്കേടില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പ്രവർത്തനരഹിതനാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അയാൾ ചെയ്യാത്തത് കൂടി കൂട്ടിപ്പറഞ്ഞ് അയാളെ സ്തുതിച്ചാൽ മതി. പ്രത്യേകിച്ചും ബാക്കി പലരും കേൾക്കുന്ന സാഹചര്യത്തിൽ അതാണ് പൃഥ്വി മഹാരാജാവ് പറഞ്ഞത്. അസ്പഷ്ട ഗുണയെ, എൻ്റെ സ്വഭാവം ഏതാണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയിൽ നിങ്ങൾ സ്തുതിക്കരുത്. അത് വെറും വാക്കാവും. വെറും വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. അപ്പം അത്ര ഗംഭീരനായിട്ടുള്ള ആളാണ്. ഈ സ്തുതിക്കുന്നവരെയൊക്കെ മാറ്റി അദ്ദേഹം മുമ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ടത് ജനങ്ങളുടെ വലിയൊരു കൂട്ടം. ഇന്നിപ്പോൾ ഡൽഹിയിലൊക്കെ കാണാണ്ടല്ലോ, ഇതാണ് ആവശ്യമാണ്. എങ്കിലും അത് അന്നത്തെ കർഷകന്മാരുടെ ആവശ്യമായിരുന്നു. കർഷകന്മാർ തന്നെയായിരുന്നു അവരെല്ലാവരും മഹാരാജാവിനോട് പറഞ്ഞത്രേ, ഞങ്ങൾ എന്ത് ഭൂമിയിലേക്ക് നട്ടാലും പിടിക്കുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. കഴിഞ്ഞ അനവധി കാലമായിട്ട് ഞങ്ങൾ പട്ടിണിയിലാണ്. ശരിക്കും കൃഷി ചെയ്യാനുള്ള സാഹചര്യം മഹാരാജാവ് ഇതിനു മുമ്പ് അങ്ങയുടെ പൂർവികൻ തന്നിട്ടില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഭൂമിയിൽ വെള്ളമില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ഭൂമി തൻ്റെ ഉള്ളിലേക്ക് ആ ഗുണങ്ങളെ വലിച്ചു എന്നാണ് അവരെല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്തത്. ദേഷ്യം വന്നു ഭൂമിയോട്. തന്നിൽ താമസിക്കുന്നവർക്കുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഭൂമിയുടെ ഉത്തരവാദിത്വമല്ലേ എന്ന് തോന്നി അദ്ദേഹത്തിന്. വാളെടുത്ത് ഭൂമിയെ കൊല്ലുന്നു തീരുമാനിച്ചു. ഇതിനുള്ള ശിക്ഷ മരണമാണ്. ഇത്ര കോടിക്കണക്കിന് വരുന്ന, അല്ലെങ്കിൽ അന്നത്തെ ഭാഷയിൽ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി തൻ്റെ കഴിവ് ഓവർ സ്മാർട്ടായിട്ട് കാണിക്കുന്ന ഭൂമിയോട് ദേഷ്യം വന്നു അദ്ദേഹത്തിന്. കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ ഭൂമി ഒരു പശുവിൻ്റെ രൂപത്തിൽ ഓടി. ആ പശു സ്വരൂപിണിയായിട്ടുള്ള ഭൂമിയെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ ഓട്ടം നിർത്തി ഭൂമി പിന്നിലേക്ക് തിന്നിയെന്ന് പറഞ്ഞു എന്നെ പോലെയുള്ള സ്ത്രീകളെ കൊല്ലുന്നത് അവിടത്തേക്ക്, അങ്ങ് പുരുഷനല്ലേ, സ്ത്രീകളെ കൊല്ലാൻ പാടോ? നിന്നെ പോലെയുള്ള സ്ത്രീകളെ കൊല്ലുക വിഹിതം. ഉപകാരമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ എന്നെ കൊന്നാൽ അവിടുന്ന് ഈ ജനങ്ങളെയൊക്കെ അവിടെ പാർപ്പിക്കും. നിൻ്റെ ദുർമേധസ്സും കൊണ്ട് മറ്റൊരു ഭൂമി ഞാൻ ഉണ്ടാക്കും, അതിലെൻ്റെ പ്രജകളെ ഞാൻ സംരക്ഷിച്ചോളാം, നിന്നെ കൊല്ലാതെ വിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആള് ചില്ലറക്കാരനല്ലാന്ന് മനസ്സിലായി ഭൂമിക്ക്. വീണ് നമസ്കരിച്ചു. പറഞ്ഞു ഭൂമി, വിന്യസ്ത നാനാതനവേ ഗുണാത്മനെ സ്വരൂപാനുഭവേന നിർധുതദ്രവ്യക്രിയാകാരക വിഭ്രമോർമ്മയെ. അവിടെയാണ് വാസ്തവത്തിൽ ഭൂമിക്ക് പൃഥുവിൻ്റെ മാഹാത്മ്യബോധ്യം വന്നത്. നിർധുത ദ്രവ്യക്രിയാകാരക, ദ്രവ്യങ്ങളായിട്ടും ക്രിയയായിട്ടും കാരകങ്ങളായിട്ടും വർത്തിക്കുന്ന അവിടുന്ന്, എല്ലാമായിട്ട് വർത്തിക്കുന്ന അവിടുന്ന്. ഇനി എന്നിൽ ദ്രവ്യത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി അത് അവിടത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയ്ക്ക് ഭൂമി വീണ് സ്തുതിക്കുകയാണ്. ഇത് ഇത്രയും ഭാഗം ഇന്ന് ഭട്ടതിരിപ്പാട് കേവലം 4 വരി കൊണ്ട് തീർത്തു. ഇനി വേറെ ഒന്നും കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഇന്നത്തെ കഥ അത്രയും പോരാ. ഭൂമിദേവിയുടെ അനുവാദത്തോടു കൂടി ജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് കടൽ കടന്നു പോകാൻ പറ്റില്ല, ചിലർക്ക് നദി കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കണക്ടിവിറ്റി ഉണ്ടാക്കി മഹാരാജാവ്.
ഗ്രാമാൻ പുര പത്തനാനി ദുർഗാണി വിവിധാനി ച. വിവിധ തരത്തിലുള്ള ദുർഗങ്ങൾ എന്ന് വെച്ചാൽ വഴി, ഹൈവേസ്. അപ്പോൾ കണക്ടിവിറ്റി ഉണ്ടാക്കി, ഗ്രാമങ്ങളും പട്ടണങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റി. ഈ ഗ്രാമങ്ങളും പട്ടണങ്ങളും സൃഷ്ടിച്ചതും അദ്ദേഹമാണ്. ജനങ്ങൾ വല്ലാതെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന ഗ്രൂപ്പിനെ കണ്ടപ്പോൾ അവരെ മുഴുവൻ സിറ്റിയിലേക്ക് മാറ്റി. അവനവൻ്റെ സമ്പത്ത് കൊണ്ട് മാത്രം സന്തോഷമായി ജീവിക്കുന്നവരെ ഗ്രാമങ്ങളിലേക്ക് മാറ്റി. അവർ കർമ്മോത്സുകരാണ്, ഇവർ എന്താ പറയുക, ആഡംബരോത്സുകരാണ്. അവർ രണ്ട് സ്വഭാവക്കാരാണ്. അപ്പം രണ്ടുപേരെയും ഇടകലർത്തേണ്ട തീരുമാനിച്ചു. ഗ്രാമത്തിൽ വിതയ്ക്കുന്നത് പട്ടണങ്ങളിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഗ്രാമത്തിലുള്ളവരെ സമ്പത്തുള്ളവരാക്കി മാറ്റുന്ന സിസ്റ്റമാണ് ഇന്ന് കർഷക ബിൽ വിഭാവനം ചെയ്യണത്. മണ്ഡി, APMC, മണ്ഡി സമ്പ്രദായം ഇല്ലാതെയാക്കി APMC വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള കണ്ടീഷനാക്കി. അതാണ് ഇതിൻ്റെ വിഭാവനം. ആലോചിക്കൂ, ഇത് നമ്മളുടെ പൂർവികർ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ മഹാരാജാവ് ചെയ്തു വച്ചിരിക്കണതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൃഷി എന്നുള്ളതിൻ്റെ പ്രാധാന്യം, കർഷകൻ്റെ പ്രാധാന്യം, കർഷകൻ്റെ ലേബലല്ല, കൃഷി ചെയ്യുന്നവനറിയാം ഭൂമിയുടെ മഹിമ. കൃഷി ചെയ്യുന്നു എന്ന പേരിൽ വേറെ ചിലരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മഹിമ എങ്ങനെ അറിയാം? അവരിങ്ങനെ കർഷകരാവണത്. കൃഷീവല എന്നാണ് സംസ്കൃതത്തിൽ പറയുക. കൃഷിയെ ആശ്രയിക്കുന്നവൻ എന്നർത്ഥം. കരിഷക എന്ന് പറഞ്ഞാൽ തന്നെ കരിഷണത്തെ ചെയ്യുന്നവൻ എന്നാണ്. കരിഷണം എന്ന് പറഞ്ഞാൽ ഉഴുക ഒക്കെ ഉണ്ടല്ലോ, ഭൂമിയെ കരിഷിക്കുന്നവൻ. അപ്പോൾ കരിഷകൻ എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ കർഷകന്മാരാണോ വാസ്തവത്തിൽ? നിങ്ങൾ ഭൂമിയിലിറങ്ങി സ്വയം പ്രവൃത്തിയെടുത്ത് വല്ലതൊക്കെ വെച്ച് പിടിപ്പിച്ച് നാട്ടുകാർക്ക് മണ്ടിയിൽ പോയി മണ്ടനാവാതെ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർഷകനാണെന്ന് പറയാം. നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ചെയ്യിക്കല്ലേ ചെയ്യണത്. അപ്പോൾ നമ്മളെങ്ങനെ കർഷകരാവണം? അപ്പോൾ കർഷകൻ കർഷണത്തെ ചെയ്യുന്നവനാണ്, കൃഷിയെ ചെയ്യുന്നവനാണ്. അവൻ തീർച്ചയായിട്ടും ഭൂമിയുടെ ഏറ്റവും ബന്ധപ്പെട്ടവനായിരിക്കും, ഭൂമിദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കും. തൻ്റെ സദ്ഗുണങ്ങളെ മുഴുവൻ, തൻ്റെ ഊർജ സ്രോതസ്സുകളെ മുഴുവൻ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവൻ എന്ന കാര്യത്തിൽ കർഷകനോട് ഭൂമിദേവിക്ക് പ്രത്യേക വാത്സല്യം എന്തായാലും ഉണ്ടായിരിക്കും. അവന് വേണ്ട വിധത്തിലുള്ള വളക്കൂറുള്ള മണ്ണുകളും വേണ്ട വിധത്തിൽ വെള്ളം വലിച്ചെടുക്കുന്ന സ്വഭാവം ഒക്കെ ഭൂമിദേവി അതാത് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ടാവും. ചെയ്യിക്കുന്ന ആൾക്കാർക്കൊന്നും ഭൂമിയുടെ എന്താ പറയുക സഹായം കിട്ടില്ല, രാജാവിൻ്റെയും സഹായം കിട്ടില്ല. ചെയ്യുന്നവർക്ക്. അപ്പം ആദ്യത്തെ രാജാവ് തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചവൻ ആയിരുന്നു. കൃഷി ഭൂമിയോട് ബന്ധപ്പെട്ടതാണ്, ഭൂമിയെ ദേവത പോലെ കാണുന്നതാണ് കൃഷി. ഇന്നലെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, രാഷ്ട്രത്തെ ദേവതയായിട്ട് കാണുന്നവർക്കാണ് ഈ അമ്പലം എന്ന്. ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ അവിടെയുള്ള രാഷ്ട്രതന്ത്രമാണ് എന്ന് അദ്ദേഹം പറയലുണ്ടായി. എന്നതുപോലെയാണത്. ഭൂമിയെ ദേവതയായിട്ട് ഈശ്വരനായിട്ട് കാണുന്ന ആളുകൾക്ക് മാത്രമേ കൃഷിക്കാരൻ എന്ന അവകാശവാദം എന്ന ലേബൽ അവകാശപ്പെടാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തെ ദേവതയായിട്ട് കാണുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റുള്ളൂ, രാഷ്ട്രീയമുള്ളവരെന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേത് രാഷ്ട്രീയ കച്ചവടക്കാരാ. പൃഥു മഹാരാജാവിൻ്റെ കഥ 8 അധ്യായത്തിൽ മൈത്രേയ മഹർഷി വിസ്തരിച്ച് പറഞ്ഞത് ഭട്ടതിരിപ്പാടിൻ്റെ ജീനിയസ് ധ്രുവചരിതം അദ്ദേഹം നിർണയിച്ചതുപോലെ ഇവിടെ ഇത്രയും ഭാഗം ആ 4 വരി കൊണ്ട് അദ്ദേഹം നിർണയിച്ചു. അപ്പോൾ ഇതിലുമുള്ള സന്ദേശം മറ്റൊന്നുമല്ല, ദേവതാഭാവമാണ്, ഈശ്വരഭാവം. പൃഥു മഹാരാജാവ് സംരക്ഷിച്ചത് സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരെയോ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയോ അല്ല, ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരെ, ഭൂമിയോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെക്കാണ് അദ്ദേഹം പ്രാധാന്യം കൂടുതൽ കൊടുത്തത്. പ്രയോറിറ്റി ഫസ്റ്റ്. കാരണം അവരാണ് ഏത് തലമുറയ്ക്കും പാകമായ രീതിയിൽ
മനുഷ്യനാവശ്യമായ വിഷമമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നവർ, അതിൻ്റെ സ്രഷ്ടാക്കളാണ് അവർ. ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ അന്നദാത എന്ന്, കൃഷിക്കാരെ. അപ്പോൾ വാസ്തവത്തിൽ അന്നദാതാവായിട്ട് കണ്ട ആളാണ് പൃഥു മഹാരാജാവ്. അപ്പോൾ ആ പൃഥുവിൻ്റെ കഥ സസൂക്ഷ്മം സശ്രദ്ധം ഒന്ന് ബൈഹാർട്ടാക്കിയാൽ ഇന്നത്തെ എന്നല്ല, ഏത് കാലത്തും വരാൻ പോകുന്ന രാഷ്ട്രീയക്കാർക്ക്, ഭരണാധികാരികൾക്ക്, രാഷ്ട്രീയക്കാർക്ക് എന്നുള്ളത് വിടൂ, ഭരണാധികാരികൾക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന പ്ലാനിങ്ങുകളും അഡ്മിനിസ്ട്രേഷൻ മെത്തഡോളജി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് പൃഥുവിൻ്റെ ചരിതം. നമുക്ക് അത്ഭുതമാവും. പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു 10-ാം നൂറ്റാണ്ടിൽ ഇവിടെ ജനാധിപത്യമുണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ ബസവേശ്വരരുടെ അനുഭവ മണ്ഡപം എന്നുള്ളത് കർണാടകത്തിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 10-ാം നൂറ്റാണ്ടിൽ ചോളവംശത്തിൻ്റെ ജനാധിപത്യം ഇവിടെ നിലനിന്നിരുന്നു. ജനങ്ങളെ മുഴുവൻ കൂട്ടി നിർത്തി ഒരു പഞ്ചായത്ത് പോലെയാക്കി ജനങ്ങളുടെ സങ്കടങ്ങൾ നേരിട്ടറിയാവുന്ന സംവിധാനം ഇത് പൃഥു മഹാരാജാവ് ചെയ്യുന്നത് ഭാഗവതത്തിൽ കാണാം. ഭട്ടതിരിപ്പാടും അതിനെക്കുറിച്ച് പറയും. ജനങ്ങളെ മുഴുവൻ വിളിച്ചിരുത്തി ഗംഗായമുനയോർ നദ്യോരന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയ. പുണ്യത്തിനു വേണ്ടി ജനങ്ങളെ മുഴുവൻ വിളിച്ചിരുത്തി സത്സംഗം നടത്തിയ ആളായിരുന്നു പൃഥു മഹാരാജാവ്. അപ്പോൾ ഈ ശൈലി നമ്മുടെ പൂർവികരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ സമത്വത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട്. മനുഷ്യ സമത്വം എന്നുള്ളത് യൂറോപ്പിലെ ഏതോ നൂറ്റാണ്ടിലുണ്ടായ ചിന്താഗതിയൊന്നുമല്ല. ആദ്യ മനുഷ്യൻ ഉണ്ടായപ്പോൾ തന്നെ ഇനി വരാൻ പോകുന്ന തലമുറകൾ മുഴുവൻ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ, സംസ്കാരത്തിൻ്റെയോ പേരിൽ തമ്മിൽ തല്ലുകൂടരുത്, എല്ലാവരും ഒരേ ബ്രഹ്മാവിൽ നിന്നുണ്ടായവരാണെന്ന ചിന്ത, ഒരേ ബ്രഹ്മസ്വരൂപത്തിൻ്റെ അംശങ്ങളാണെന്നുള്ള ചിന്ത, ആ ചിന്തയോടെ പരസ്പര സ്നേഹത്തോടെ പ്രവർത്തിക്കണമെന്ന് വേദകാലങ്ങളിൽ തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പൃഥു മഹാരാജാവിൻ്റെ കഥ പ്രസക്തമാവുന്നത് ഇത്തരത്തിലാണ്. ജനങ്ങളെ സ്നേഹിക്കുക, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ഇപ്പോഴൊക്കെ വലിയ തത്വചിന്തയൊക്കെ ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ തത്വചിന്ത മാത്രമേ ഉള്ളൂ, ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഒരു 10 ലക്ഷത്തിൻ്റെ ചെക്ക് അങ്ങോട്ട് ക്യാമറയുടെ അപ്പുറത്ത് കാണിച്ചാൽ മതി, അയാൾ അപ്പോൾ വാക്ക് മാറ്റി പറയും. അത്രയും കലുഷിതമായിരിക്കുന്നു നമ്മളുടെ മനുഷ്യ മനസ്സ്. കാരണം അരാജകത്വം സൃഷ്ടിക്കാനുള്ള വെമ്പൽ, അത് ദുഷ്കർമ്മവാസന, ഇന്നലെ പറഞ്ഞ വിഷയം. 2, നിരീശ്വരമായിട്ടുള്ള ചിന്താഗതി, നിരീശ്വരപരമായിട്ടുള്ള ചിന്താഗതി. ഈശ്വരൻ ഇല്ല, ഈശ്വരൻ എന്നൊരു സാധനം ഇല്ല എന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ഒരു സ്വഭാവം തന്നെ ഇല്ലാതെയും. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഇത് ജീർണിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൃഥുവിൻ്റെ ചരിത്രം അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ്. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ, പൃഥുരിതി താപസോപദിഷ്ടൈ. പൃഥു എന്ന് പേരിട്ടത് താപസന്മാരായ ആൾക്കാരാണ്, അല്ലെങ്കിൽ മഹർഷിമാരെന്നർത്ഥം. മഹർഷിമാരാണല്ലോ അദ്ദേഹത്തിനെ സൃഷ്ടിപ്പിച്ചത്. പൃഥുരിതി വിഖ്യാത, പൃഥു എന്ന പേരിൽ അദ്ദേഹം വിഖ്യാതനായി, പ്രസിദ്ധനായി. താപസോപദിഷ്ടൈ, താപസന്മാർ, ഈ സൂതന്മാർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ്, സ്തുതിപാഠകർ. അപ്പോൾ ആ സ്തുതിപാഠകർ ഇദ്ദേഹത്തിനെ കുറിച്ച് അങ്ങോട്ട് സ്തോത്രം തുടങ്ങിയപ്പോൾ പൃഥു മഹാരാജാവ് അവരെ തടഞ്ഞു. അത് പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ, നിങ്ങൾ എന്നെ സ്തുതിക്കരുത്, അസ്പഷ്ട ഗുണസ്യ, സ്പഷ്ടമല്ലാത്ത ഗുണത്തോടു കൂടിയ എന്നെ ഒരിക്കലും സ്തുതിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആകെ വിഷമായി. മഹാരാജാവിനെ ഒന്നും സ്തുതിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ താപസോപദിഷ്ടൈ, അവിടെ രാജഗുരുക്കന്മാരായിട്ട് വന്നിട്ടുള്ള മഹർഷിമാർ പറഞ്ഞു, ഈ വന്നിരിക്കുന്നത് ഭഗവാനാണ്, നിങ്ങൾ രാജാവായിട്ട് സ്തുതിക്കണ്ട, ഭഗവാനായിട്ട് സ്തുതിക്കൂ. ഭഗവാനായി കണ്ടുകൊണ്ട്
സ്തുതിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ താപസോപദിഷ്ടൈ സൂതാദ്യൈഹി. ഈ സൂതൻ എന്ന് വെച്ചാൽ പല അർത്ഥമുണ്ട് സംസ്കൃത വാക്കിന്. പ്രഭാഷണം ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട്, തേരാളി എന്നർത്ഥമുണ്ട്, മന്ത്രി എന്നർത്ഥമുണ്ട്, വിദൂഷകൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ആ അർത്ഥമുണ്ട്, സ്തോത്രം ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട്. ആ വിദൂഷകന്മാരായിട്ടുള്ള ആൾക്കാരാണ് പഴയ കാലത്ത് രാജാക്കന്മാരെ സ്തുതിക്കുക. സൂതാദ്യൈഹി പരിണുത ഭാവി ഭൂരിവീര്യ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇദ്ദേഹം സിന്ധവ പർവ്വത നദ്യോ രഥവീഥിർ മഹാത്മനഃ. തൻ്റെ ഈ മഹാത്മാവായിട്ടുള്ള പൃഥുമഹാരാജാവ് തൻ്റെ രഥത്തെയൊക്കെ ഓടിച്ചു കൊണ്ടുപോകും സമുദ്രങ്ങളിലൂടെയും പർവ്വതങ്ങളിലൂടെയും നദികളിലൂടെയും. എന്ന് വെച്ചാൽ അത് ഒരു സിംബോളിക്കായിട്ടുള്ള സ്തോത്രമാണ്, സ്തുതിയാണ്. ദേശകാലങ്ങൾക്ക് അതീതമായി, സംസ്കാരങ്ങൾക്ക് അതീതമായി ഇദ്ദേഹം വിഖ്യാതനായി തീരും എന്ന് പറയാണ്. പരിണുത ഭാവി ഭൂരി വീര്യ. പരിണുതം ആയിട്ടുള്ള ഭാവി ഭൂരി വീര്യ. പരിണുതം എന്ന് വെച്ചാൽ വേണ്ട വിധത്തിൽ നിറഞ്ഞ രീതിയിൽ അങ്ങോട്ട് സ്തുതിക്കപ്പെട്ടു അദ്ദേഹം. ഭാവി ഭൂരി, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ചെയ്തികളെ, ഭാവി ഭൂരി വീര്യ, വീര്യപ്രവൃത്തികളെ പ്രശംസിച്ചുകൊണ്ടാണ് സ്തുതിച്ചത്. അപ്പോഴാണ് പൃഥു തടഞ്ഞത്. ഭാവിയിൽ ഇദ്ദേഹം ഇന്നത് ചെയ്യുമെന്ന രീതിയിൽ പരിണുത ഭാവി ഭൂരി വീര്യ. ഭാവിയിൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ഭൂരിവീര്യം, അധികമാകുന്ന വീര്യത്തെ പ്രശംസിച്ചുകൊണ്ടാണ് അവരുടെ സ്തുതി. വേനാർത്യ കബളിത സമ്പദം ധരിത്രീം. വേനാർത്യ, ആർത്തി എന്ന് വെച്ചാൽ രണ്ടർത്ഥം. ആർത്തി എന്ന് വെച്ചാൽ ദുഃഖം എന്നർത്ഥമുണ്ട്, അഹങ്കാരം എന്നർത്ഥമുണ്ട്. ഈ ദുഃഖം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പീഡ എന്നുള്ളത്. വേനാർത്തിയ എന്ന് വെച്ചാൽ വേനൻ്റെ പീഡയല്ല, വേനേന എന്താ പറയുക, ഭൂതയാ ആർത്തിയ, വേനനാൽ സംഭവിക്കപ്പെട്ട ആർത്തി കൊണ്ട് എന്നർത്ഥം. വേനാർത്തിയ കബളിത സമ്പദാം ധരിത്രീം. കബളിതം എന്ന് വെച്ചാലോ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയാറില്ലേ, ഡിസീവ്ഡ്. കബളിതം എന്ന് വെച്ചാൽ സമ്പത്തൊക്കെ കബളിപ്പിച്ചു വെച്ചു ധരിത്രി, ഭൂമി. നേരത്തെ നമ്മൾ ആ കഥ സൂചിപ്പിക്കലുണ്ടായി. തനിക്ക് സമ്പത്ത് കൊടുക്കാവുന്ന, ജനങ്ങൾക്ക് സമ്പത്ത് തിരിച്ചു കൊടുക്കാവുന്ന പോഷക ഗുണങ്ങളെ മുഴുവൻ, ആ സമ്പത്തെന്ന് വെച്ചാൽ ആരോഗ്യവും സമ്പത്തും എല്ലാം ഭൂമിയിൽ നിന്നാണല്ലോ ഉണ്ടാവുന്നത്. ആ ഗുണങ്ങളെ മുഴുവൻ കബളിപ്പിച്ചു വെച്ചു, മറിച്ചു വെച്ചു ഭൂമി. വേനാർത്യ, എന്തുകൊണ്ടാ ഭൂമിദേവി അപ്രകാരം ചെയ്തത്? അതുകൂടെ തുറന്നു പറയുകയാണ് ഭട്ടതിരിപ്പാട്. വേനാർത്യ, വേനൻ ഭൂമിയെ ഉപദ്രവിച്ചു എന്ന് ചോദിച്ചാൽ ഭൂമിയെ പ്രത്യക്ഷമായിട്ട് വേനൻ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങളെ പ്രത്യക്ഷമായി ഉപദ്രവിച്ചു. സൽക്കർമ്മം ചെയ്യരുത് എന്നും പറഞ്ഞു, യാഗാദികൾ മുടങ്ങി. ഈ യാഗാദികളൊക്കെ നടത്തുമ്പോഴാണ് ഭൂമിയിലേക്ക് പോഷക ഗുണങ്ങൾ കൂടുതൽ എത്തപ്പെടണത്. അപ്പോൾ ആ പോഷക ഗുണങ്ങളൊക്കെ നിരോധിച്ചു വേനൻ. അപ്പോൾ പരോക്ഷമായി വേനനാൽ പീഡിതയായി ഭൂമി എന്നർത്ഥം. നേരിട്ട് ഭൂമിയെ ഉപദ്രവിച്ചൊന്നുമില്ല അദ്ദേഹം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതല്ല, നമ്മൾ പരോക്ഷമായിട്ട് ഭൂമിയെ വേദനിപ്പിക്കുന്നവരാവരുത്. ഇന്നത്തെ ഭൂമിക്കുണ്ടായ മാറ്റത്തിന് മുഴുവൻ കാരണം പരോക്ഷമായി നമ്മൾ വേദനിപ്പിച്ചതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് നദികളൊക്കെ മലിനീകൃതമായ തീർത്ഥങ്ങളിലാണ്, മലിനതീർത്ഥങ്ങളിലാണ് നമ്മൾ കുളിക്കണത്. അപ്പോൾ അത് കാരണം രോഗങ്ങൾ വന്നു. ഈ രോഗങ്ങളിൽ മറ്റുള്ളവരിലേക്ക് സംക്രമിച്ചു. എന്നാൽ അതിനെ തടയാനുള്ള പോഷക ഗുണങ്ങൾ ഭൂമിദേവിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ പരോക്ഷമായി നമ്മൾ ഭൂമിയിലേക്ക് ഒഴുക്കിവിടുന്ന ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇതുകൊണ്ട് സംഭവിക്കുന്നത് മുഴുവൻ ഭൂമിക്കുള്ള ഭൂമിയുടെ ആ ശക്തി കുറവാണ്, ക്ഷയമാണ്. ഡൽഹിയിൽ ഇന്ന് കാണുന്നത് പൊല്യൂഷൻ്റെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയാണ് ഡൽഹിയിൽ കാണുന്നത്. ഏത് 12 മണിക്കും
മഞ്ഞ് പോലെയാണ് ഡൽഹിയിൽ. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത അവസ്ഥയാണ്. അപ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള മനുഷ്യന്മാരുടെ ഇടപെടൽ കാരണം ഭൂമിദേവി പ്രതികരിക്കുന്നതാണ് അതല്ല. അപ്പം നദികളും എല്ലാം മലിനീകരിക്കപ്പെടുമ്പോൾ അത് ഭൂമിയോട് നമ്മൾ ചെയ്യുന്ന പരോക്ഷമായ പീഡയാണ്. അതാണ് പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം എന്ന് പറയാൻ കാരണം. ഇപ്പോൾ വലിയ ഡയലോഗ് പറഞ്ഞു കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഓർഗാനിക് ജൈവ കൃഷി എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഭൂമിയോടൊരു പ്രേമം ആയിട്ട് മാറുന്നില്ല. അത് നമ്മളുടെ ആരോഗ്യം പേടിച്ചിട്ടാണ് ചെയ്യണത്. ഭൂമിയെ, അമ്മയെ ഉപദ്രവിച്ചാൽ അതെങ്ങനെ ശാപമായിട്ട് മാറുമോ അതുപോലെയാണ് ഭൂമിയെ ഉപദ്രവിച്ചാൽ എന്ന ബോധം ഉയർന്ന് ആ ബോധത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് വേണം നമ്മൾ ജൈവകൃഷിയൊക്കെ ചെയ്യാൻ. ജൈവകൃഷി നമ്മളാരായാലും യുവതലമുറയെ പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ആരോഗ്യവശമൊന്നുമല്ല പഠിപ്പിക്കേണ്ടത്. നമുക്ക് ഇതിനുള്ള ശക്തി തരുന്ന ഭൂമിദേവി. നിങ്ങൾ എങ്ങനെ കൃഷി ചെയ്താലും അതിവിടെ മുളയ്ക്കണോ വേണ്ടയോ തീരുമാനിക്കാൻ അമ്മയാണ്, ഭൂമാതാവാണ്. അപ്പോൾ ആ അമ്മയെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ഒഴിവാക്കി അമ്മയ്ക്ക് വളരെയധികം ഹാംലെസ് ആയിട്ടുള്ള, വളരെ സില്ലി ആയിട്ടുള്ള രീതികളിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ മനുഷ്യൻ പഠിക്കുക. അപ്പോൾ വേനാർത്തിയ എന്നുള്ളത് ഇതൊക്കെ പെടും. പരോക്ഷമായി വേനൻ ഭൂമിയെ ഉപദ്രവിച്ചിട്ടില്ല. ഗാന്ധിജിയൊക്കെ പറയും, നിങ്ങൾ ഒരു തുള്ളി വെള്ളം നദിയിൽ നിന്ന് എടുത്ത് കുടിക്കുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാർക്കുള്ള വെള്ളമാണ് ഒഴുകിപ്പോകുന്നതെന്ന് ചിന്തിച്ച് വേണം കുടിക്കാൻ. കൈയൊന്ന് ചോരാതെ സൂക്ഷിക്കണേ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അത്രയും വിലപിടിപ്പോടെ പവിത്രമായ ഭാവത്തോടെ വേണം നമ്മൾ പ്രകൃതിയൊക്കെ സ്നേഹിക്കാനും കാണാനും. അപ്പോൾ വേനാർത്തിയ, അപ്പോൾ ഭൂമി തിരിച്ച് പ്രതികാരം ചെയ്തതാണ്. കബളിത സമ്പദാം ധരിത്രിയും, കബളിപ്പിച്ചു. സമ്പത്തില്ലാത്തവളെ പോലെ ആയിത്തീർന്നു ഭൂമി എന്ന് വെച്ചാൽ അത് വളരെ സമർത്ഥമായിട്ടുള്ള ഭട്ടതിരിപ്പാടിൻ്റെ ഒരു രചനാവൈഭവമാണ്, ചിത്രീകരണമാണ്. സമ്പത്തില്ലാത്തവളെ പോലെ ഭൂമിയെ തോന്നിച്ചു വെച്ചാൽ എല്ലാ സമ്പത്തും എല്ലാ പോഷക ഗുണങ്ങളും ഭൂമി അടിയിലേക്ക് പിടിച്ചു വലിച്ചു. ആ ധരിത്രിയെ എന്തു ചെയ്തു അവിടുന്ന്? ആക്രാന്താം നിജധനുഷാ സമാമകരുഷി. ആക്രാന്ത എന്ന് വെച്ചാൽ തൻ്റെ അടുത്ത് പരാജയപ്പെട്ട്, പരാക്രമം കൊണ്ട് ആക്രാന്താം, തൻ്റെ അടുത്തേക്ക് ഓടി വന്ന, ആക്രാന്ത ഭൂരിഭാരേണ എന്നൊക്കെ പ്രയോഗമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മലയാളത്തിൽ ആക്രാന്തല്ല, ആക്രോശിച്ച് വരിക, അല്ലെങ്കിൽ വിഷമം കൊണ്ട് ആക്രോശിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. പരാജയത്തിൻ്റെ ശബ്ദമാണ് ആക്രാന്തം. ദീനത എന്ന് പറയില്ലേ നമ്മൾ, ആ ദൈന്യമായിട്ടുള്ള ഭാവത്തിലാക്കി ഭൂമിദേവിയെ. ധരിത്രിയും ആക്രാന്താം. അങ്ങനെ ധരിത്രിയെ തൻ്റെ കാൽ കീഴിലാക്കി കീഴ്പ്പെടുത്തി. എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ കാരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. തൻ്റെ പ്രജകൾക്ക് സംരക്ഷണം നൽകുന്നില്ലല്ലോ എന്ന ദേഷ്യവും സങ്കടവും. നിജധനുഷ സമാമകാരുഷി, തൻ്റെ ധനുസ്സുകൊണ്ട് കുന്നുകളൊക്കെ ഇങ്ങനെ നിറച്ചു കുന്നുകളായിരുന്നു. ജനങ്ങൾക്ക് ജീവിക്കാനോ നടക്കാനോ ഒന്നും ഭയങ്കര ദുർഘടമായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? തൻ്റെ ധനുസ്സുകൊണ്ട്, വില്ലിൻ്റെ അഗ്രം കൊണ്ട് അങ്ങോട്ട് അടിച്ച് നിരപ്പാക്കി ഭൂമിയുടെ കുന്നുകളും പല പർവ്വതങ്ങളും അടിച്ച് നിരപ്പാക്കി. സമാമകാരുഷി, സമതലമാക്കി, സമമാക്കി. സമതലത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ. ഇങ്ങനെ ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന പ്രതലങ്ങളിൽ എങ്ങനെ മനുഷ്യർ ജീവിക്കും? ഇനി ജീവജാലങ്ങൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഭൂമിയുടെ ആ ഭാഗത്തെ ഭൂമിദേവിയുടെ തന്നെ അനുഗ്രഹപ്രകാരം എന്നാണ് മൈത്രേയം പറയണത് ഭാഗവതത്തിൽ. സമാമകാരുഷീഹി. പക്ഷെ ഭട്ടതിരിപ്പാട് പറയണു തൻ്റെ പവർ കൊണ്ടാണ്, വില്ലിൻ്റെ അഗ്രം കൊണ്ട് അങ്ങോട്ട് ചെത്തി കളഞ്ഞു കുന്നുകളുടെയൊക്കെ അഗ്രം. അങ്ങനെ സമമാക്കി തീർത്തു, സമയാക്കി തീർത്തു ഭൂമിയെ. ഇപ്പോൾ ഭൂമിദേവി സമതലങ്ങളോട് കൂടിയതായി. ഈ സമതലങ്ങളിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. മാനസികമായിട്ടുള്ള സമതലം, ഇനി ഭൗതികമായിട്ടുള്ള സമതലവും. സമമായിട്ടുള്ള തലമാണ് സമതലം. അപ്പോൾ പൃഥ്വമഹാരാജാവിൻ്റെ വീര്യം ആരംഭിച്ചു കഴിഞ്ഞു വർണ്ണന ഭട്ടതിരിപ്പാട്. അതിൽ ചെറിയൊരു സാമ്പിൾ മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ എന്നാണ്.
സമാമകാരിഷീ. ഭൂമിയെ വൈവശ്യം കൊടുത്ത് ഓടിച്ചു ഭൂമിയെ. അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ആ ആക്രാന്ത എന്നുള്ളൊരൊറ്റ പദം കൊണ്ട് ഭൂമിയെ കീഴ്പ്പെടുത്തി എന്നർത്ഥം വന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ കീഴ്പ്പെടുത്തി എന്നുള്ള അർത്ഥം വരും അവിടെ. കാരണം ഓടുക അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് ആക്രാന്ത എന്ന് പറയുക. ഒരാളുടെ അടുത്ത് ഓടി വന്ന് കംപ്ലൈൻറ്റ് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ഈ ആക്രാന്ത എന്നുള്ള വാക്ക് ഉപയോഗിക്കുക സംസ്കൃതത്തിൽ. അപ്പോൾ ആക്രാന്ത എന്നുള്ളത് ഓടിക്കൊണ്ട് അങ്ങോട്ട് അവസാനം ഭഗവാന്റെ പാദത്തിൽ തന്നെ ശരണം പ്രാപിച്ചവളാക്കി മാറ്റി ഭൂമിദേവിയെ. അപ്പോൾ പൃഥ്വമഹാരാജാവിൻ്റെ ചരിതം കേട്ട് കേട്ട് പഠിക്കുക, പുതിയ തലമുറയെ പഠിപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ എങ്ങനെ വേണം, അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ സ്വയം ജീവിതത്തെ എങ്ങനെ നയിക്കണം. ഈ ജൈവകൃഷി എന്ന് പറയുന്നത് അവനവൻ്റെ ആരോഗ്യം നന്നാവാൻ എന്നുള്ള വിചാരത്തേക്കാൾ നമ്മൾ വളർത്തിയെടുക്കേണ്ട വികാരം ഭൂമിദേവിക്ക് സന്തോഷമാവാൻ വേണ്ടി എന്നുള്ള വികാരം വളർത്തിയെടുക്കുക. കുറേ ഉപദ്രവിച്ചു, പൊല്യൂഷനായിട്ടും മറ്റും ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. ആ അമ്മയോട് സമസ്ത അപരാധം പറഞ്ഞ് അമ്മയെ സന്തോഷിപ്പിക്കുമ്പോൾ ആ സന്തോഷം നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് താപസന്മാർക്കൊക്കെ ഒരുപാട് ആയുസ്? അവർ പൊല്യൂഷൻ അങ്ങോട്ട് കൊടുക്കണില്ല. അതുകൊണ്ട് ഭൂമിദേവി അവർക്ക് സാഹചര്യം കൊടുക്കുന്നു, ജീവനത്തിനുള്ള സാഹചര്യം. വിഖ്യാത പൃഥ്വിരിതി താപസോപദിഷ്ടൈ. പൃഥ്വി എന്ന പേരിൽ വിഖ്യാതനായ അദ്ദേഹം താപസന്മാരാൽ ഉപദേശിക്കപ്പെട്ട സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യ. സൂതാദികളാൽ ഇതാ പ്രശംസിക്കപ്പെട്ടു. ഭാവിയിൽ ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന വീര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പ്രശംസിക്കപ്പെട്ടു അദ്ദേഹം. വേനാർത്യാ കബളിത സമ്പദാം ധരിത്രീം. വേനൻ്റെ പീഡ കൊണ്ട് സമ്പത്തുകളെ മുഴുവൻ ഒളിപ്പിച്ചു വെച്ച ഭൂമിദേവിയെ ആക്രാന്താം നിജധനുഷാ സമാമകാരുഷി. ഓടിച്ചിട്ട് കീഴ്പ്പെടുത്തി സമയാക്കി തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.